നമസ്കാരം സുധാമ. എൻ്റെ ഈ ആഴ്ചയിലെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മാമിനോട് ഷെയർ ചെയ്യാണ്. മാമിനറിയില്ലേ, ആരാധ്യയുടെ എക്സാം ഈ തിങ്കളാഴ്ച തുടങ്ങിയായിരുന്നു. അന്നേരം 10th അന്നേരം സ്കൂളിൽ ഏകദേശം മൊത്തം പോർഷൻ്റെ ഒരു ഹാഫ് പോർഷൻസ് അവർ ഇപ്പം കവർ ചെയ്ത് കഴിഞ്ഞു. അന്നേരം ബോർഡ് എക്സാം മോഡലിൽ തന്നെ അവർ ഒരു ഹാഫ് ഇയർലി എക്സാം ഇപ്പോൾ ഇട്ടത്. അത് നേരത്തെ ഞാൻ കരുതിയിരുന്ന ഹാഫ് ഇയർലി എക്സാം വരുമ്പം ലീവ് എടുത്ത് നിൽക്കണമെന്നുള്ളത്. അന്നേരം കഴിഞ്ഞ വ്യാഴം വെള്ളി അവർക്ക് സ്കൂളിൽ എഡ്യൂക്കേഷൻ സ്ട്രൈക്ക് കാരണം സ്കൂളില്ലായിരുന്നു. ഈ വെള്ളിയാഴ്ച തൊട്ട് ഞാൻ ലീവ് എടുത്ത് കൂടെ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുക തന്നെയായിരുന്നു. കാരണം കൂടെ ഇരുന്ന് മാക്സിമം സപ്പോർട്ട് ആരാധിക കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനത് കൊടുത്ത് അങ്ങനെ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച മാത്സ് എക്സാം ആയിരുന്നു. വെള്ളിയും ശനി ഞായറും അതിനു വേണ്ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. തിങ്കളാഴ്ച മാത്സ് എക്സാം എഴുതിയിട്ട് വന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം എക്സാമിന് അന്ന് തുടങ്ങുന്നതിന് മുമ്പേ ആളിന് ഇച്ചിരി എക്സാമിൻ്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ സമാധാനപ്പെടുത്തി. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ നമ്മളവിടെ പോയി എഴുതുന്നു, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പഠിച്ചത് അവിടെ പേപ്പറിൽ എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടൂ. വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. അറിയാവുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് നോക്കി അത് എഴുതുക, അത് മാത്രം ചിന്തിച്ചാൽ മതി. മാർക്ക് എത്ര കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുവിധം സമാധാനപ്പെടുത്തി മാത്സ് എക്സാം എഴുതി സന്തോഷമായിട്ട് തന്നെ വന്നത്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൽ കേസ് സ്റ്റഡി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. 3 ചോദിച്ചു, ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് സാരമില്ല, നമ്മൾ കേസ് സ്റ്റഡി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടില്ല. അന്നേരം ഇനി നമുക്ക് ഓരോ ചാപ്റ്റർ, ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ തന്നെ അതിൻ്റെ കേസ് സ്റ്റഡി നമുക്ക് അത് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ അവർ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കും. നമുക്കത് ചെയ്യണമെങ്കിൽ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്കത് മാത്സ് അതും കൂടെ ഓരോ ചാപ്റ്റർ വൈസ് ചെയ്ത് പഠിക്കാം, ഇനിയിപ്പം കുഴപ്പമില്ല, അടുത്ത എക്സാമിന് നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സയൻസ് ആയിരുന്നു. ചൊവ്വാഴ്ച ഒരു സ്റ്റഡി ലീവ് കൊടുത്ത് വെനസ്ഡേ സയൻസ് എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടും ഫിസിക്സ് കെമിസ്ട്രി എളുപ്പമായിരുന്നു, ബയോളജി പാടായിരുന്നെന്നാണ് പറഞ്ഞത്. ശരിക്കും ഫിസിക്സ് മുമ്പ് പാടായിരുന്നു, പക്ഷേ ഈ എക്സാമിന് ഫിസിക്സും കെമിസ്ട്രി നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിച്ച് അതിന് മാർക്കുണ്ട്. പക്ഷെ ബയോളജി അത്രത്തോളം ഫോക്കസ് ചെയ്ത് പഠിക്കാഞ്ഞത് കൊണ്ടാണ് മാർക്ക് പാടായിട്ട് തോന്നിയത്. കാരണം ബയോളജി ഓരോ ഈച്ച് ലൈൻ ബൈ ലൈൻ പഠിക്കണമല്ലോ, അത് അത്രത്തോളം പഠിച്ചിട്ടില്ല. അന്നേരം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നത്. അന്നേരം സയൻസ് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വന്നപ്പോഴും ഇംഗ്ലീഷിനും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ പറഞ്ഞു, അടുത്ത എക്സാമിന് ഇതെല്ലാം നമുക്ക് ആ പോരായ്മകളെല്ലാം മനസ്സിലാക്കി അത് പഠിച്ച് നമുക്ക് അടുത്തതിന് മെച്ചപ്പെടുത്തിയെടുക്കാം, സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. പിന്നെ മലയാളം വന്നു. മലയാളവും ഇംഗ്ലീഷിനും ആളിന് ഈ ടെസ്റ്റ് വായന കുറവായതിൻ്റെ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ വന്നുകൊണ്ട് മലയാളം ഞാൻ എക്സാമിന് ഓരോ പാഠവും വായിപ്പിച്ചാണ് വിട്ടത്. കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കംപ്ലീറ്റ് ടെസ്റ്റ് വായിച്ചെങ്കിൽ മാത്രമല്ലേ അവർക്ക് എഴുതാൻ പറ്റൂ. അന്നേരം അത് ടെസ്റ്റ് വായിച്ചുകൊണ്ട് പോയി മലയാളത്തിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ മാക്സിമം എല്ലാം എഴുതിയെന്ന് പറയുന്നു. എന്നാലും അടുത്തത് തിങ്കളാഴ്ച സോഷ്യൽ സ്റ്റഡീസ് എക്സാമാണ്. അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടി. കാരണം ഇനി കഴിഞ്ഞ ചാപ്റ്ററുകളിൽ എവിടെയൊക്കെയാണ് പോരായ്മകൾ അതെങ്ങനെ മെച്ചപ്പെടുത്താമെന്നും, ഇനി ഇപ്പം ഏകദേശം പകുതി പോർഷൻസായി. ഇനിയൊരു ഇത് അവർ നല്ല സ്പീഡിലാണ് സ്കൂളിൽ പോർഷൻസ് കവർ ചെയ്ത് പോകുന്നത്. ഒരു നവംബർ ഏകദേശം നവംബർ പകുതിയോടുകൂടി അത്രയും പോകത്തില്ലെന്ന് തോന്നുന്നു. ഒക്ടോബർ അവസാനം ആകുമ്പോഴത്തേക്ക് അവർ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ആരാധ്യക്ക് അവിടെ സ്കൂളിൽ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകുന്നത്ര ആ ഫാസ്റ്റിൽ എത്തിച്ചേരുന്നില്ല, കുറച്ച് പെൻഡിങ് വരുന്നുണ്ട്. അന്നേരം കാരണം ഓരോ കുട്ടികളുടെ ഓരോ ലെവലാണല്ലോ. അന്നേരം
അത് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഇനിയുള്ള പോർഷൻസ് കവർ ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ, ഏത് രീതിയിൽ ഓരോ ഓരോ സബ്ജക്റ്റിന് ഓരോ ചാപ്റ്റർ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയ എനിക്ക് ഈ ഒരാഴ്ച കൂടിയിരുന്ന്. മറ്റേത് ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആരാധ്യയുടെ കൂടെ തന്നെ ഇരിക്കുക. പക്ഷേ ഇതിപ്പം ഫുള്ള് ഞാൻ ഇരുന്നുകൊണ്ട് അത് ഐഡിയ കിട്ടി. ഇനി ആ ആൻസർ ഷീറ്റും കൂടെ വന്നു കഴിയുമ്പം എങ്ങനെയാണ് ആ ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് ആ പഠിച്ചത് എത്രത്തോളം അതിനകത്ത് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ എങ്ങനെ ഇത് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഐഡിയ കിട്ടി. അന്നേരം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസാണ്. ആരാധ്യ 10th ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ രണ്ടും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോവുക. അതിലെ പോരായ്മകൾ ആരാധ്യയ്ക്കത് മനസ്സിലാവുകയും ഞങ്ങളത് ഇന്നും പറഞ്ഞു, നമുക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുള്ളത് നമുക്ക് അടുത്തതിനെ അത് മെച്ചപ്പെടുത്തണം. അതിനിപ്പം ഈ മാസത്തിൽ അവധി വരുമല്ലോ, ഓണം വെക്കേഷന് വരും. അപ്പം അന്നേരം കഴിഞ്ഞ പോർഷൻസിൻ്റെയൊക്കെ ഇതുവരെ കഴിഞ്ഞതെല്ലാം നമുക്ക് ആ വെക്കേഷൻ ആ അവധി സമയത്തിരുന്ന് അത് ക്ലിയർ ചെയ്യാം. അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കേണ്ട സമയം മുമ്പ് പഴയ രീതി അനുസരിച്ചാണ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എനിക്കറിയാം ഇത് ആരാധ്യയുടെ ബെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മാക്സിമം പോരായ്മകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് മെച്ചപ്പെടുത്തി പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് കാരണം ഞാൻ ഈ ഇത്രയും ദിവസം ലീവ് എടുത്ത് നിന്നതിന് മാക്സിമം അത് പ്രയോജനപ്പെടുത്തിയെന്നുള്ളതാണ്. അതുകൊണ്ട് മാനസികമായിട്ട് ഞാൻ നല്ല സന്തോഷത്തിലാണ് മാം. അത് ഈ ഒരു സന്തോഷം മാമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് വന്നത്. പിന്നെ അത് കൂടാതെ മാം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ പഴയ വസ്തുക്കൾ, ഇത് ഡ്രസ്സായാലും ഈ എന്താ പറയുക പേപ്പർ, ഇതൊക്കെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചാണെങ്കിൽ എത്ര പഴകിയത് ഈ ഡ്രസ്സുകളായാലും ഞാൻ ഈ കൂട്ടി അടുക്കി വെക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പം മാം പല പ്രാവശ്യം അത് പറഞ്ഞ് ഇപ്പം എനിക്ക് അതിനുള്ള സൗകര്യം, ഈ ലീവെടുത്ത് ആരാധ്യ എക്സാമിന് പോകുമ്പോൾ ഉള്ള ടൈമും അല്ലാതുള്ള ഫ്രീ ടൈമും ഉണ്ട്. അന്നേരം ആ സമയത്ത് ഞാൻ എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുത്തി ഈ എൻ്റെ ലീവ്. എന്ന് വെച്ചാൽ അതിനോട് ഈ ഡ്രസ്സ് മാറ്റാനായിട്ട് ഒരു അവസരം കൂടെ കിട്ടി. ഈ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ ഡിവിഷനിലും ഒരു സ്ഥലം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം പഴകിയ വസ്ത്രങ്ങൾ കത്തിക്കുന്നതിനോട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അതും കൂടെ കൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരുന്നത്. അന്നേരം കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ പഴയ ഡ്രസ്സുകൾ ഒരു കളക്ഷൻ സെൻറ്റർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അതെല്ലാം കൂടെ അവിടെ കൊണ്ട് നമ്മളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അന്നേരം പഴകിയ ഡ്രസ്സുകളെല്ലാം വീട്ടിൽ നിന്ന് എനിക്ക് മാറ്റാൻ പറ്റി. അതെല്ലാം കൂടെ അതുമാത്രമല്ല, ഈ പഴകിയ ഓരോ തുണ്ട് കടലാസും ഞാൻ എല്ലാം ഈ മാം പറഞ്ഞ കണക്ക് തന്നെ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇപ്പം അതെല്ലാം സോർട്ട് ചെയ്ത അത്യാവശ്യം വേണ്ട പേപ്പറുകൾ മാത്രം എടുത്ത് ബാക്കിയെല്ലാം എനിക്കത് ഡിസ്പോസ് ചെയ്ത് കളയാൻ പറ്റി. അന്നേരം മൊത്തത്തിൽ പുറമേ ആയാലും ആന്തരികമായിട്ട് ഒരു ശുദ്ധീകരണം നടത്തിയ ഒരു സംതൃപ്തി, ആ ആത്മസംതൃപ്തി പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. ഇതെല്ലാം സുധാ മാമിൻ്റെ എന്താ പറയുന്ന മാമിൻ്റെ ക്ലാസ്സും മാമിൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ കൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും, അതെല്ലാം എനിക്കത് ഈ ഒരാഴ്ച അതെല്ലാം എനിക്ക് പാലിക്കാൻ പറ്റിയെന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മുമ്പും ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പം ഇതിനൊന്നും സമയം കിട്ടാറില്ല. ഇപ്പം ഞാൻ ഓരോന്നിനും പ്രയോറിറ്റി വൈസ് ചെയ്ത് തന്നെ ഇത് ഈ ഒരാഴ്ച എനിക്കതെല്ലാം ചെയ്യാൻ പറ്റി. കാരണം ലീവെടുത്ത് നിൽക്കുന്നെങ്കിലും ഞാൻ സാധാരണ എണീക്കുന്ന കണക്ക് തന്നെ എണീറ്റ് ഏകദേശം ഞാൻ ഓഫീസിൽ ഒരു 6:45 പോകുന്നത്. ആ സമയമാകുമ്പോൾ
ബാക്കി അടുക്കളയിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ബാക്കി ആരാധ്യയുടെ കൂടെയും ആരാധ്യയ്ക്ക് അതിന് അല്ലാതുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള വർക്കുകൾ ക്ലീനിങ് പോലുള്ള വർക്കുകളും എല്ലാം ചെയ്യാൻ ഈ ഒരാഴ്ച എനിക്ക് പ്രയോജനപ്പെട്ടു. ശരിക്കും എനിക്ക് ഇപ്പം ലീവെടുത്ത് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. പക്ഷേ അതിനേക്കാളെല്ലാം പ്രയോറിറ്റി ഈ കാര്യങ്ങൾക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ നല്ല സന്തോഷവും നല്ല കോൺഫിഡൻസും ആരാധ്യയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിഷമമില്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് മാറി. മാത്രമല്ല ഇപ്പം തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് പോകണം. അന്നേരം അവിടെ ചെന്നാലും വർക്ക് എനിക്ക് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് മനസ്സമാധാനമായിട്ട് അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സ് പൂർണ്ണമാണല്ലോ, ഇത് സന്തോഷമാണല്ലോ. മറ്റേ അനാവശ്യ ചിന്തകളോ വിഷമങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ പെൻഡിങ് കൂടിയാലും വിഷയമില്ല, എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും ഉള്ളിൽ എന്തോ ചെയ്യും എന്നുള്ളൊരു അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് മാറി. പിന്നെ പറയുന്ന കണക്ക് ഇവരുടെ പോർഷൻസ് ഒക്ടോബർ കൂടി എല്ലാം കഴിയുമല്ലോ. എന്നാലും നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒരു 10th കൂടി ബോർഡ് എക്സാം തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു ധാരണ. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. അന്നേരം ഒരു 3 മാസം എനിക്ക് ആരാധ്യയുടെ റിവൈസ് ചെയ്യാനുള്ളൊരവസരവും കൂടെ കിട്ടും. അന്നേരം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഏകദേശം ഈ എന്താ പറയുക, ഈ കലണ്ടർ ഇയറും മൊത്തത്തിൽ ഈ ആരാധ്യയുടെ എക്സാമുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഒരു കലണ്ടർ ഞാൻ ശരിയാക്കി. ഏകദേശം ആ രീതിയിൽ തന്നെ പോവും. അതുകൊണ്ട് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ഇതിനെല്ലാം ഞാൻ മാമിനോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാരണം മാമിനറിയാം, കഴിഞ്ഞ നവംബർ ലാസ്റ്റോടുകൂടിയാണ് ഞാൻ മാമിൻ്റെ അടുത്ത് വരുന്നത്. വളരെ വളരെ വിഷമിച്ചാണ് വരുന്നത്. പക്ഷേ ഇന്ന് ആ അവസ്ഥയെല്ലാം മാറി. മൊത്തത്തിൽ എന്താ പറയുക, വ്യക്തിപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് എല്ലാവർക്കും മാറ്റങ്ങളുണ്ട്. വീട്ടിൽ മൊത്തത്തിൽ മാറ്റമുണ്ട്. എല്ലാം മാമിൻ്റെ അനുഗ്രഹവും മാം തന്ന ഓരോ അറിവും കൊണ്ടാണ് എനിക്ക് ഇത്രയും മാറ്റങ്ങളുണ്ടായത്. ഇതിനെല്ലാം ഞാൻ 1000 നന്ദി പറയുന്നു മാം. സർവേശ്വരനോട് നന്ദി പറയുന്നു. ഓക്കെ മാം, താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.